തൃശൂർ കിഴക്കേക്കോട്ടയിൽ സെപ്റ്റി ടാങ്കിനുള്ളിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി പിടിയിലായ വാർത്തയാണ് ഇന്നത്തെ ആദ്യ ക്രൈം റിപ്പോർട്ട്. മണ്ണുത്തി സ്വദേശി ദിലീപിനെയാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ക്രൈംബ്രാഞ്ച് സംഘം പിടികൂടിയത്. പണമിടപാട് സംബന്ധിച്ച തർക്കമാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചേർന്നതെന്ന് പ്രതി കുറ്റസമ്മതം നടത്തി. അഞ്ചു വർഷം മുമ്പ് കാണാതായ തൃശൂർ സ്വദേശി സജിയുടെ മൃതദേഹാവശിഷ്ടങ്ങളാണ് കഴിഞ്ഞ ദിവസം കിഴക്കേക്കോട്ടയിലെ സെപ്റ്റി ടാങ്കിൽ നിന്ന് കണ്ടെത്തിയത്. തുടർന്നുള്ള അന്വേഷണത്തിനൊടുവിലാണ് പ്രതി ദിലീപ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് പിടിയിലായത്. കാണാതാവുന്നതിന് മുമ്പുള്ള സജിയുടെ മൊബൈൽ സിഗ്നൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് കേസിൽ നിർണായകമായത്. ദിലീപിന്റെ വർക്ക്ഷോപ്പിലാണ് സജി ഒടുവിൽ എത്തിയതെന്ന് കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചിരുന്നു. ദിലീപിന്റെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളെ തുടർന്ന് ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ പരിശോധനയിലാണ് സെപ്റ്റി ടാങ്കിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത്. കേസിന്റെ അന്വേഷണത്തിനിടെ വിദേശത്തേക്ക് കടന്ന പ്രതി പിതാവിന്റെ മരണത്തെ തുടർന്ന് നാട്ടിലെത്തിയപ്പോഴാണ് പിടിയിലാവുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കണ്ണൂരിൽ കോൺഗ്രസുകാർ തല്ലിക്കൊന്ന BJP പ്രവർത്തകന്റെ മൃതദേഹം സംസ്കരിച്ചു. അത്താഴക്കുന്ന് സ്വദേശി അജിത്താണ് കോൺഗ്രസുകാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പ്രവർത്തകരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. കണ്ണൂരിൽ ദളിത് യുവാവിന്റെ കൊലപാതകം സംബന്ധിച്ച വിവാദങ്ങൾ ചർച്ചയാവുകയാണ്. തിങ്കളാഴ്ച രാത്രിയോടെയാണ് അത്താഴക്കുന്നിലെ ദളിത് യുവാവും BJP അനുഭാവിയുമായ അജിത്തിനെ തലക്കടിച്ചു കൊന്നത്. കൊലപാതകത്തെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകരായ നമിത് ബാലകൃഷ്ണൻ, നിയാസ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവർ ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവുമായി ബന്ധമുള്ള കൊട്ടേഷൻ സംഘങ്ങളാണെന്നും ഈ സംഘത്തിന് കഞ്ചാവ് മാഫിയയുമായി ബന്ധമുണ്ടെന്നും പ്രാദേശിക BJP നേതൃത്വം ആരോപിക്കുന്നു. നമിത്, പിന്നെ നിയാസ്, പിന്നെ കണ്ടറിയുന്ന ഒരു 4-5 പിള്ളേരെന്ന് പറഞ്ഞത് കൊട്ടേഷൻ നിയമം. ഇവർ ആദ്യം കൊട്ടേഷനെയും കഞ്ചാവ് കടത്ത് അങ്ങനെയുള്ള കേസിലും പ്രതിയാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കോൺഗ്രസ് BJP നേതാക്കൾ ഒത്തുകളിച്ച് കേസൊതുക്കാൻ ശ്രമിക്കുകയാണെന്നും ഇവർ വ്യക്തമാക്കി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കല്ലിക്കോടൻ രാജേഷും സംഘവുമാണ് സംഭവത്തിന് പിന്നിലെന്നും K. സുധാകരന്റെ വലം കൈയാണിവരെന്നും ഇവർ ആരോപിച്ചു. പിന്നീട് രാജേഷ് എന്നാണ് പറയുന്നത്. രാജേഷ് ഇവിടെ കല്ലിക്കോടൻ രാജേഷ് എന്നാണ് പറഞ്ഞത്. ദളിത് യുവാവിന്റെ കൊലപാതകം കേരളത്തിന് അപമാനകരമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. ഒരു ദളിത് യുവാവ് കോൺഗ്രസ്സുകാരുടെ ആക്രമണത്തിന് വിധേയമായി കൊല ചെയ്യപ്പെട്ടു എന്നത് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കേരളത്തിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് സുരക്ഷിതത്വമില്ലാത്തൊരു സംസ്ഥാനമായി കേരളം മാറി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കോൺഗ്രസ് നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യണം. അവിടുത്തെ കോർപ്പറേഷനിൽ മത്സരിക്കുന്ന ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ഈ ഗൂണ്ടാ സംഘത്തിന് എല്ലാ സംരക്ഷണവും കൊടുക്കുന്നതെന്നുള്ള വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ക്യാമ്പസുകൾക്കുള്ളിൽ വിദ്യാർത്ഥികൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് ഹൈക്കോടതി നിരോധിച്ചു. ക്യാമ്പസുകൾക്കുള്ളിൽ രാത്രി 9-ന് ശേഷം ആഘോഷങ്ങൾ അനുവദിക്കരുതെന്നും കോടതി നിർദ്ദേശം നൽകി. ആഘോഷങ്ങൾക്കിടെ വിദ്യാർത്ഥിനി അപകടത്തിൽ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്താക്കപ്പെട്ട 26 വിദ്യാർത്ഥികൾ ചേർന്ന് സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. വിദ്യാർത്ഥികൾക്കെതിരെയുള്ള അച്ചടക്ക നടപടിയിൽ ഇടപെടാനാവില്ലെന്ന് കോടതി പറഞ്ഞു. കാമ്പസിൽ വിദ്യാർത്ഥികൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിനെ കോടതി നിരോധിച്ചു. രാത്രി 9-ന് ശേഷം കോളേജ് കാമ്പസിനുള്ളിൽ ആഘോഷങ്ങൾ പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചു. ആഘോഷങ്ങൾ നിർബന്ധമായും അധ്യാപകരുടെ സാന്നിധ്യത്തിലാവണമെന്നും ജസ്റ്റിസ് V. ചിദംബരേശൻ നിർദ്ദേശിച്ചു. കാമ്പസുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. കാമ്പസിനുള്ളിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കാതിരിക്കാൻ ബാരിക്കേഡ് സ്ഥാപിച്ച് സുരക്ഷാ ജീവനക്കാരെ ഏർപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കോളേജിലെ അധ്യാപക അനധ്യാപക ജീവനക്കാരുടെ വാഹനങ്ങൾക്ക് വിലക്ക് ബാധകമായിരിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഓൺലൈൻ പെൺവാണിഭ കേസിൽ പിടിയിലായ 8 പ്രതികളെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 23 വരെയാണ് കസ്റ്റഡി കാലാവധി. ഇരകളായ 4 സ്ത്രീകളെ നിർഭയ കേന്ദ്രത്തിലേക്ക് മാറ്റാനും തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു. നവമാധ്യമങ്ങളുടെ കാലത്ത് പെണ്ണ് കച്ചവടത്തിന് കൂട്ടുനിൽക്കുന്നതും ഇടനിലക്കാരായി പ്രതിഫലം പറ്റാനും വിദ്യാർത്ഥികൾ വരെ തയ്യാറാണെന്നാണ് കഴിഞ്ഞ ദിവസം പിടിയിലായ പോളിടെക്നിക് വിദ്യാർത്ഥിയുടെ കഥ വ്യക്തമാക്കുന്നത്. അടൂർ സ്വദേശിയായ പോളിടെക്നിക് വിദ്യാർത്ഥി സ്ത്രീകളെ എത്തിച്ചു കൊടുത്തതായി അന്വേഷണ സംഘത്തിന് മുന്നിൽ വെളിപ്പെടുത്തുകയായിരുന്നു. മുഖ്യ ഇടനിലക്കാരിലൊരാളായ പ്രവീണിന്റെ ഉറ്റ സുഹൃത്തായിരുന്നു ഇയാൾ. ഇരകളുമായി ബന്ധപ്പെടാൻ സോഷ്യൽ മീഡിയകളെയാണ് സംഘം ആശ്രയിച്ചിരുന്നത്. കൊച്ചുസുന്ദരി എന്ന ഫേസ്ബുക്ക് പേജ്, എസ്കോട്ട്, ലൊക്കാൻഡോ തുടങ്ങിയ വെബ് വിലാസങ്ങൾ മുഖേനയുമാണ് സംഘം പെൺവാണിഭം നടത്തിയിരുന്നത്. സമാനമായ 20ഓളം സൈറ്റുകൾ വഴി പെൺവാണിഭം കൊഴുപ്പിച്ചിരുന്നതായും അന്വേഷണ സംഘം പറയുന്നു. കഴിഞ്ഞ ദിവസം പിടിയിലായ മനു മുൻപും സമാന കേസുകളിൽ അകത്തായിട്ടുണ്ട്. കോളേജ് വിദ്യാർത്ഥികളെയും മറ്റും വലയിലാക്കി വീഡിയോ പകർത്തിയ ശേഷം ബ്ലാക്ക്മെയിൽ ചെയ്ത് ഉപയോഗപ്പെടുത്തിയതായും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്.
പിടിയിലായ പ്രതികളെ 23 വരെ കോടതി റിമാൻഡ് ചെയ്തു. സംഘത്തിൽപ്പെട്ട 4 സ്ത്രീകളെ നിർഭയ കേന്ദ്രത്തിലേക്ക് മാറ്റാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. ഹരിയാനയിൽ ജാതി സംഘർഷത്തെ തുടർന്ന് ദളിത് കുടുംബത്തിലെ 4 പേരെ ജീവനോടെ കത്തിച്ചു. പൊള്ളലേറ്റ 2 കുട്ടികൾ മരണമടഞ്ഞു. മാതാപിതാക്കളെ ഗുരുതര പരിക്കുകളോടെ ഡൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഫരീദാബാദിലെ പ്രതില മേഖലയിലായിരുന്നു ദാരുണ സംഭവം. ജാതി വിവേചനത്തിന്റെ പേരിൽ കൊടും ക്രൂരതകളുടെ ജീവിതക്കാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിശ്വസ്ത മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറുടെ ഹരിയാനയിലെ സുൻപട്ട്. जेल में मिलने तक का भी दुश्मन है सर, मुझे मिलने भी नहीं दिया जाता, मेरी चाची मम्मी कोई भी मिल भी नहीं सकते हम। पुलिस में जाते थे तो कहते हैं पैसा भरो, कहाँ से पैसा लाएं, कहाँ से इंसाफ दिलाएं, आदमी हमारे जेल के अंदर है, हम क्या करें। മേൽജാതിക്കാരുടെ അടിച്ചമർത്തലുകൾക്ക് സ്ഥിരം വിധേയരാവുന്ന ദളിത് കുടുംബങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം ഇവിടെ അനുഭവിച്ചത് 4 മനുഷ്യജീവനുകളെ പച്ചയ്ക്ക് തീ കൊളുത്തിയ സംഘപരിവാർ അജണ്ട. ദളിതനായ ജിതേന്ദ്രന്റെ 2 കുഞ്ഞുങ്ങളും വെന്തു മരിച്ചു. ഭാര്യ പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിലാണ്. രാത്രി ഉറങ്ങിക്കിടക്കുമ്പോഴാണ് 2 പിഞ്ചു കുഞ്ഞുങ്ങളടങ്ങിയ ദളിത് കുടുംബത്തിന്റെ മുറിക്ക് സംഘപരിവാർ പിന്തുണയുള്ള മേൽജാതിക്കാർ പെട്രോൾ ഒഴിച്ച് തീയിട്ടത്. 2 കൈപ്പത്തികളും പൂർണ്ണമായി വെന്തുപോയ ജിതേന്ദർ മരിച്ചു ജീവിക്കുന്നു. സംഘപരിവാർ പിന്തുണയുള്ള മേൽജാതിക്കാരാണ് തങ്ങളുടെ മുറിക്ക് തീയിട്ടതെന്ന് അഗ്നിക്കിരയായ ജിതേന്ദർ വെളിപ്പെടുത്തുന്നു. രാജ്പൂത് ജാതി കെ ലോഗ് തേ ഓ. ഇതിനിടയിൽ പ്രഹസനം കാണിച്ച സ്ഥലത്തെത്തിയ ബിജെപി നേതാക്കളെ ജനം രോഷാകുലരായി തടഞ്ഞു. जानवर से नीचे हमारी जिंदगी जी रहे हैं. एक पशु के लिए तो एक आदमी को जिंदा जला दिया जाता है, लेकिन हमारे समाज में से लोग जिंदा जला दिए गए. സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഹരിയാന സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടും യഥാർത്ഥ പ്രതികളെ പിടികൂടാൻ തയ്യാറാകാത്ത പോലീസ് തെളിവ് നശിപ്പിക്കുന്നതിലും ഒത്താശ ചെയ്യുകയാണ്. കുട്ടികളുടെ അടക്കം മാംസം വെന്തുകരിഞ്ഞുണങ്ങിയ വസ്ത്രങ്ങളും തെളിവുകളും പോലീസ് പരിശോധിച്ചിട്ടേയില്ല. പശുവിന്റെ പേരിൽ മനുഷ്യനെ കൊന്നതിന് വേദങ്ങളുടെ വാക്യങ്ങൾ കൊണ്ട് ന്യായം കണ്ടുപിടിച്ചവർ ഈ നരഹത്യക്ക് ഇനി ഏതു മനുസ്മൃതിയുടെ വാക്കുകൾ കൊണ്ട് ന്യായം കണ്ടുപിടിക്കുമെന്നതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മനീഷ് ശങ്കരൻ, ദില്ലി. യൂബർ കാറിനുള്ളിൽ യാത്രക്കാരിയെ മാനഭംഗപ്പെടുത്തിയ കേസിൽ ഡ്രൈവർ ശിവകുമാർ യാദവ് കുറ്റക്കാരനാണെന്ന് ദില്ലി ഹൈക്കോടതി കണ്ടെത്തി. തട്ടിക്കൊണ്ടുപോകൽ, പീഡനം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ പ്രതി ചെയ്തതായി കോടതിക്ക് ബോധ്യമായി. IPC 366, 323 വകുപ്പുകൾ പ്രകാരമാണ് ശിവകുമാറിനെതിരെ കേസെടുത്തിരിക്കുന്നത്. തന്നെ ജയിൽ വാഹനത്തിലും സഹതടവുകാർ മർദ്ദിച്ചെന്ന് ശിവകുമാർ കോടതിയെ അറിയിച്ചു. എന്നാൽ 2014 ഡിസംബർ 5-നാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ഗുഡ്ഗാവിൽ ജോലി ചെയ്യുന്ന 25-കാരിയായ യുവതിയെ വീട്ടിലേക്ക് മടങ്ങും വഴി ശിവകുമാർ പീഡിപ്പിക്കുകയായിരുന്നു. ശിക്ഷ 23-ന് പ്രഖ്യാപിക്കുമെന്ന് കോടതി അറിയിച്ചു. സ്വവർഗ അനുരാഗികളുടെ വെബ്സൈറ്റിൽ നിന്നും പരിചയപ്പെട്ട യുവാക്കളെ വീട്ടിൽ വിളിച്ചു വരുത്തിയ ശേഷം കൊലപ്പെടുത്തിയ മധ്യവയസ്കനെതിരെ കൊലക്കുറ്റത്തിന് കേസ്. ലണ്ടൻ സ്വദേശിയായ 40 വയസ്സുള്ള സ്റ്റീഫൻ പോർട്ടിനെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഓൺലൈനിൽ നിന്ന് പരിചയപ്പെട്ട 4 യുവാക്കളെയാണ് മധ്യവയസ്കനായ സ്റ്റീഫൻ കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ 1.25 കൊല്ലത്തിനുള്ളിലാണ് ഇവരെയെല്ലാം സ്റ്റീഫൻ പരിചയപ്പെടുകയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയും ചെയ്തത്. 20 വയസ്സുള്ള യുവാക്കളാണ് കൊല്ലപ്പെട്ട 4 പേരും. കൊല്ലപ്പെട്ടവരെയെല്ലാം ഗമ ഹൈഡ്രോക്സബട്രിക് ആസിഡ് എന്ന മയക്കുമരുന്ന് അമിത അളവിൽ നൽകിയ ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു. ചില വിദേശ രാഷ്ട്രങ്ങളിൽ നാർക്കോളപ്സി ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന മയക്കുമരുന്നാണ് GBH. 2014 ജൂണിനും 2015 സെപ്റ്റംബറിനും ഇടയ്ക്കാണ് കൊലപാതകങ്ങളെല്ലാം നടന്നത്. അതുകൊണ്ട് തന്നെ കൊലപാതകങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് പോലീസ് തുടക്കത്തിൽ സംശയിച്ചിരുന്നില്ല. 23 വയസ്സുള്ള വിദ്യാർത്ഥിയായ ആന്റണി വാൾഗേറ്റിന്റെ മൃതദേഹമാണ് 2014 ജൂണിൽ ആദ്യം കണ്ടെത്തിയത്. കിഴക്കേ ലണ്ടനിലെ പോർട്ടിന്റെ താമസ സ്ഥലത്തിനു സമീപത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. തൊട്ടടുത്തുള്ള പള്ളിക്ക് സമീപം മറ്റു 2 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. 4ാമത്തെ മൃതദേഹം തകർന്ന സന്യാസി മഠത്തിന് സമീപവുമായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ സ്റ്റീഫൻ പോർട്ടിനെ ജയിലിലേക്ക് അയച്ചു. ന്യൂസ് ഡെസ്ക്. ഇറാഖ് ജയിലിൽ എത്ര മലയാളികളുണ്ടെന്ന് ചോദിച്ചാൽ നോർക്ക കൈമലർത്തും. പ്രവാസിക്ഷേമത്തിനായി സംസ്ഥാന സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന നോർക്കയുടെ കൈവശം ഗൾഫ് രാജ്യങ്ങളിൽ ജയിലുകളിലുള്ള മലയാളികളുടെ വിവരങ്ങൾ പോലുമില്ല. ഇത് തെളിയിക്കുന്ന വിവരാവകാശ രേഖ പീപ്പിൾ ടിവിക്ക് ലഭ്യമായി. പ്രവാസി മലയാളികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും അവരുടെ ആവശ്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന വകുപ്പാണ് നോർക്ക എന്നാണ് വെപ്പ്. ഗൾഫ് രാജ്യങ്ങളിൽ കാണാതാകുന്ന മലയാളികളെ കണ്ടെത്താനായി വലിയ പ്ലാനുകളാണ് നോർക്ക ആവിഷ്കരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ഇറാഖ് ജയിലുകളിൽ എത്ര കേരളീയർ ഉണ്ടെന്ന് നോർക്കയോട് ചോദിക്കരുത്.
ഇറാഖ് ജയിലിൽ കഴിയുന്ന കേരളീയരുടെ വിവരങ്ങൾ, അവരിൽ സ്ത്രീകൾ എത്ര, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ എത്ര എന്നൊക്കെ ചോദിച്ചാൽ നോർക്ക തരുന്ന വിവരങ്ങൾ ഒന്നും എംബസിയിൽ നിന്നോ കേന്ദ്ര സർക്കാരിൽ നിന്നോ ഈ ഓഫീസിലേക്ക് ലഭിച്ചിട്ടില്ല എന്നായിരിക്കും. ഇറാഖ് ജയിലിൽ കിടന്നിട്ടുള്ള ആരെയെങ്കിലും നോർക്ക നാട്ടിലെത്തിച്ചിട്ടുണ്ടോ എന്ന് വിവരാവകാശം വഴി ചോദിച്ചപ്പോൾ അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും ലഭ്യമല്ല എന്നാണ് നോർക്ക നൽകുന്ന മറുപടി. വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാല. ഈ നമ്മുടെ പ്രവാസികളിൽ നിന്ന് കോടിക്കണക്കിന് ഈ നിക്ഷേപങ്ങളായിട്ടും അവരെ ഫീസ് ഇനത്തിൽ വാങ്ങുന്ന ഈ നോർക്കയ്ക്ക് ഇവരെ ജയിലിൽ കിടക്കുന്നവർ തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടികളൊന്നും കാണുന്നില്ല. അതിനേക്കാൾ ഉപരി എത്ര പേര് ജയിലിൽ കിടക്കുന്നുണ്ട്, ആരൊക്കെയാണെന്നുള്ളൊരു ഒരു വ്യക്തമായ ഒരു രേഖകൾ പോലും ഈ നോർക്കയുടെ കയ്യിലില്ല എന്നുള്ളത്. നോർക്ക ഇതൊന്ന് കേട്ടോളൂ. എംബസി നൽകുന്ന വിവരങ്ങളനുസരിച്ച് 9 ഇന്ത്യക്കാർ ഇറാഖ് ജയിലുകളിലുള്ളതിൽ 2 പേർ മലയാളികളാണ്. കൂടാതെ 4 പേർ വിചാരണ നേരിടുന്നതിൽ ഒരാൾ മലയാളിയാണ്. ഇവരിൽ സ്ത്രീകൾ ആരുമില്ല. 2013 വരെ മലയാളികൾ ആരും ജയിൽ മോചിതരുമായിട്ടില്ല. 100 കണക്കിന് ജീവനക്കാരെ കോടികൾ മുടക്കി തീറ്റിപ്പോറ്റുന്ന നോർക്ക വകുപ്പിന്റെ മന്ത്രി KC ജോസഫും ചെയർമാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമാണ്. ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വകുപ്പ്? അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. ഇനി വ്യത്യസ്തനായൊരു കള്ളനെ പരിചയപ്പെടാം. നാടകവണ്ടിയിൽ കറങ്ങി നടന്ന 500-ലേറെ പവൻ സ്വർണവും ലക്ഷക്കണക്കിന് രൂപയും കവർന്ന പെരുങ്കള്ളൻ പിടിയിലായെന്നാണ് വാർത്ത. തിരുവനന്തപുരം മംഗലപുരം സ്വദേശി വേദവ്യാസ രമേശനെയാണ് തിരുവനന്തപുരം റൂറൽ പോലീസ് പിടികൂടിയത്. കോടികളുടെ ബാങ്ക് നിക്ഷേപമുള്ള ഇയാളുടെ മോഷണ ശൈലിയും ജീവിത രീതിയും ആരെയും അമ്പരപ്പിക്കുന്നതാണ്. തിരുവനന്തപുരത്ത് നിന്ന് ജീവൻകുമാർ ആ റിപ്പോർട്ട് നൽകുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും സമ്പാദ്യശീലമുള്ളവനാണ് വേദവ്യാസ രമേശൻ. മോഷ്ടിക്കുന്ന തുക ചിറയൻകീഴ് KSFയിൽ ചിട്ടിയടയ്ക്കും. പ്രതിമാസം 4.5 ലക്ഷം രൂപ അടവുള്ള 17 ചിട്ടികളാണ് രമേശനുള്ളത്. രമേശിൻ്റെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്ത പോലീസിൻ്റെ കണ്ണു തള്ളി. 3.5 കോടിയിലേറെ രൂപ വരും ഈ പെരുങ്കള്ളൻ്റെ ബാങ്ക് ബാലൻസ് മാത്രം. 1.5 വർഷം കൊണ്ട് 100-ലധികം വീടുകളിൽ നിന്ന് 500-ലേറെ പവൻ സ്വർണവും 8 ലക്ഷം രൂപയുമാണ് രമേശൻ കവർന്നത്. കുപ്രസിദ്ധ കുറ്റവാളിയെ പിടികൂടാനായത് തിരുവനന്തപുരം റൂറൽ പോലീസിന് അഭിമാനകരമായ നേട്ടമാണെന്ന് SP ഷഫീൻ അഹമ്മദ് പറഞ്ഞു. മാസം 4 തൊട്ട് 5 ലക്ഷം രൂപ വരെ ചിട്ടി കിടക്കുന്നു. പിന്നെ സ്ഥലം, പ്രോപ്പർട്ടി വാങ്ങിച്ചിടുക, പിന്നെ കുറച്ച് പൈസ ബാങ്കിലിടുക, പിന്നെ കുറച്ച് സ്വർണം എമർജൻസിക്ക് എടുക്കാൻ വേണ്ടി കുഴിച്ചിടുക. ഇത്തരത്തിലൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുള്ളൊരു കള്ളനാണ്. റൂറൽ SPയുടെ ഷാഡോ സംഘവും കാട്ടാക്കട CA മനോജും ഉൾപ്പെട്ട സംഘമാണ് തിരുവനന്തപുരം മംഗലപുരം സ്വദേശി രമേശിനെയും സഹായി സെന്തിലിനെയും പിടികൂടിയത്. S ജീവൻകുമാർ, തിരുവനന്തപുരം. ശാശ്വതികാനന്ദ സ്വാമിയുടെ മരണത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സ്വാമിയുടെ സഹോദരങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. അതേസമയം ആഭ്യന്തരമന്ത്രിയുമായി കൂടിയാലോചിച്ച ശേഷം തുടർ നടപടികളെടുക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആ റിപ്പോർട്ടോടെ ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. രാവിലെ 10 മണിയോടെയാണ് ശാശ്വതികാനന്ദയുടെ സഹോദരങ്ങൾ ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി നൽകിയത്. അമ്മയും 4 സഹോദരങ്ങളുമാണ് പരാതിക്കാർ. ശാശ്വതികാനന്ദയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാട്ടി 2002 തന്നെ പരാതി നൽകിയെങ്കിലും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം തൃപ്തികരമായിരുന്നില്ലെന്ന് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. മാനസിക സമ്മർദ്ദങ്ങളോ മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളോ ഇല്ലാതിരുന്ന സ്വാമി മരണപ്പെട്ട രീതിയിൽ സംശയമുണ്ടെന്നും തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടവും മറ്റ് നടപടിക്രമങ്ങളും സംശയം ജനിപ്പിക്കുന്നതാണ്. സ്വാമിയോടൊപ്പം നിന്നവരുടെ പെരുമാറ്റവും അവർക്ക് പിന്നീടുണ്ടായ സാമ്പത്തിക നേട്ടങ്ങളുമെല്ലാം മരണത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുവെന്നും ബന്ധുക്കൾ പരാതിപ്പെടുന്നു. മാത്രമല്ല, ഇപ്പോൾ സംശയമുന്നിൽ നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെയും കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്ന പ്രിയൻ, സ്വാമി സൂക്ഷ്മാനന്ദ, സഹായി സാബു തുടങ്ങിയവരുടെ പങ്കാളിത്തം ശാസ്ത്രീയമായി അന്വേഷിച്ചാൽ പുറത്തുവരുമെന്ന് വിശ്വസിക്കുന്നതായും സഹോദരങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. വിഷയത്തിന്റെ ഗൗരവം മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെടുകയും ആഭ്യന്തരമന്ത്രിയുമായി കൂടിയാലോചിച്ച് തുടർ നടപടികൾ കൈക്കൊള്ളാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായും സഹോദരങ്ങൾ പറഞ്ഞു. ആഭ്യന്തരമന്ത്രിയുമായിട്ട് സംസാരിച്ച ശേഷം അത് ഒരു തീരുമാനം നാളെ തന്നെ അദ്ദേഹം കാണും. കണ്ടതിന് തീരുമാനം അറിയിക്കാമെന്ന് പറയും. നല്ലൊരു രീതിയിലുള്ള ഇടപെടലായിരുന്നു. അദ്ദേഹം അനുഭവപൂർവ്വം കാര്യങ്ങളൊക്കെ കേൾക്കുകയും വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറയുകയും ചെയ്തു. ആഭ്യന്തരമന്ത്രി, പോലീസ് മേധാവി എന്നിവരെയും നേരിൽ കണ്ട് പരാതി നൽകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. അഭിഭാഷകനോടൊപ്പമാണ് ബന്ധുക്കൾ മുഖ്യമന്ത്രിയെ കണ്ടത്. വി ജമിനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.